വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മൾ മൈക്രോ കൺട്രോളർ ബെയർ മെറ്റൽ കോഡിംഗ് ചെയ്തു, ഡെവലപ്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കി. എങ്കിലും ഒരു IDE ഇല്ലാതെ നമ്മളുടെ എംബഡഡ് കോഴ്സ് കംപ്ലീറ്റ് ആവില്ല അല്ലേ? അപ്പോൾ നമ്മൾക്ക് മൈക്രോ ചിപ്പിൻ്റെ ഒരു IDE, മൈക്രോ ചിപ്പ് സ്റ്റുഡിയോ ഫോർ AVR, അത് നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. AVR സ്റ്റുഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോ ചിപ്പ് ടെക്നോളജിൻ്റെ ഒരു ലിങ്ക് വന്ന് കിടക്കുന്നുണ്ട്. ഇതിനകത്തുനിന്ന് നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് മൈക്രോ ചിപ്പ് സ്റ്റുഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഡൗൺലോഡ്സ് 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മൈക്രോ ചിപ്പ് സ്റ്റുഡിയോ ഫോർ AVR ആൻഡ് SAM ഡിവൈസസ്, നമ്മൾക്കതാണ് വേണ്ടത്. ഇവിടെ ഓഫ്ലൈൻ ഇൻസ്റ്റാളറും വെബ് ഇൻസ്റ്റാളറും, അതാണ് ഡിഫറൻസ് ഉള്ളത്. ഇവിടെ വെബ് ഇൻസ്റ്റാളറാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനതിനെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഓട്ടോമാറ്റിക്കലി റണ്ണിങ് ആവും. ഐ എഗ്രി ടു ദ ലൈസൻസ് ടേംസ്. ഇവിടെ ഒരു ലൊക്കേഷൻ ചോദിച്ചു. ഡീഫോൾട്ടായിട്ട് വന്ന ലൊക്കേഷൻ തന്നെ മതി. നെക്സ്റ്റ് കൊടുക്കാം. AVR UC3 SAM ഡിഫോൾട്ടായിട്ട് 3 സെലക്ട് ആയിട്ടുണ്ട്. നമ്മൾക്ക് AVR ആണ് വേണ്ടത്. എനിവേ ഞാൻ ഒന്നും അൺക്ലിക്ക് ചെയ്യുന്നില്ല. അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ ഫ്രെയിംവർക്ക് ആൻഡ് എക്സാമ്പിൾ പ്രോജക്ട്സ് എല്ലാം ഡീഫോൾട്ടാണ്. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇൻസ്റ്റാൾ കൊടുക്കുന്നു. അലോ കൊടുക്കുന്നു. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ റണ്ണിങ് ആണ്. ലോഞ്ച് മൈക്രോ ചിപ്പ് സ്റ്റുഡിയോ, ഇതിനെ ക്ലോസ് ചെയ്തു. മൈക്രോ ചിപ്പ് സ്റ്റുഡിയോ ഫോർ AVR നമ്മൾ ഫസ്റ്റ് ടൈം ലോഞ്ച് ചെയ്യണം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം. മൈക്രോ ചിപ്പ് സ്റ്റുഡിയോ ഈസ് ലോഡിങ് യൂസർ സെറ്റിംഗ്സ്, ദിസ് മേ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ IDE ലോഡാവുന്നുണ്ട്. യെസ്, ഇനി നമ്മൾക്ക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫയൽ, ന്യൂ പ്രോജക്റ്റ്. ഇവിടെ C++ ആണ് ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആണ്. നെക്സ്റ്റ് AVR X8C ആപ്ലിക്കേഷൻ പ്രോജക്റ്റ്, അതിനെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു നെയിം കൊടുക്കണം. ഹലോ വേൾഡ് എന്ന് കൊടുക്കാം. ഒരു ലൊക്കേഷൻ കൊടുക്കണം. ഇത് നമ്മുടെ കോഡിനുള്ള ലൊക്കേഷനാണ്. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് കൊടുക്കുന്നുണ്ട്. സൊല്യൂഷൻ നെയിം ഹലോ വേൾഡ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സൊല്യൂഷൻ നെയിം ഓക്കെ അത് തന്നെ ഇരിക്കട്ടെ. ക്രിയേറ്റ് ഡയറക്ടറി ഫോർ സൊല്യൂഷൻ, അത് ബൈ ഡിഫോൾട്ട് ആയിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. നെക്സ്റ്റ് ഡിവൈസ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ ഒരു സെർച്ച് ചെയ്യാനുള്ള വിൻഡോ ഉണ്ട്. അവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം. ATmega328P ആണ് നമ്മളുടെ മൈക്രോ കൺട്രോളർ. പിയും ബിയും വന്നിട്ടുണ്ട്. നമുക്ക് P സെലക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ക്രിയേറ്റിംഗ് പ്രോജക്റ്റ് ഹലോ വേൾഡ്. ഓക്കെ, ഒരു കോഡ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹെഡർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് #xc.h കൊടുത്തിട്ടുണ്ട്. ഒരു വൈൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ DDRC കൊടുക്കാം. ഈക്വൽ ടു 0x80. ഇവിടെ പോർട്ട് C ഈക്വൽ ടു 0x80. ഇനി നമുക്ക് ഒരു ഡിലേ വേണം. ഡിലേ വേണമെങ്കിൽ ഇവിടെ ഒരു #define fCPU 16 UL #include util
io.h. ഓക്കെ, ഇനി ഇവിടെ ഡിലേ എഴുതാൻ പറ്റും. ഡിലേ ms 200 എഴുതാം. പോർട്ട് C ഈക്വൽ ടു 0x00. വീണ്ടും ഡിലേ 1800 milliseconds. ഇതിനെ കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്തു. ഇനി ബിൽഡിൽ പോയിട്ട് ബിൽഡ് സൊല്യൂഷൻ, ഒരു ഔട്ട്പുട്ട് വിൻഡോ വരുന്നുണ്ട്. അതിനകത്ത് ബിൽഡ് സ്റ്റാർട്ടഡ്, ബിൽഡ് ഫെയിൽഡ്, എവിടെയോ ഒരു മിസ്റ്റേക്ക് പറയുന്നുണ്ട്. ഹലോ വേൾഡ് പ്രോജക്റ്റ് എറർ 1 മേക്ക് മെയിൻ ഇൻറ്റു മെയിൻ വോയിഡ് util io.h. ഇവിടെയാണ് പ്രശ്നം. util delay.h ആയിരുന്നു. ഓക്കെ, സേവ് ചെയ്തു. ഇനി ഷോർട്ട് ഫോം F7 ആണ്. വീണ്ടും കമ്പയർ ചെയ്യാം. യെസ്, ബിൽഡ് സക്സീഡ്. ഓക്കെ, ഇതവണ ബിൽഡ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾക്ക് കാണണമെങ്കിൽ ഡെസ്ക്ടോപ്പിൽ പോയി നോക്കിയാൽ ഹലോ വേൾഡിൻ്റെ ഒരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് ഹലോ വേൾഡ് നമ്മൾക്ക് സൊല്യൂഷൻ ക്രിയേറ്റ് ആവുന്ന ഫോൾഡറിൻ്റെ പേര് നമ്മൾ ഹലോ വേൾഡ് തന്നെയാണ് കൊടുത്തത്. അതിനകത്ത് ഡീബഗ്, ഓക്കെ, ഇവിടെ ഹലോ വേൾഡ് .elf ഉണ്ട്, ഹലോ വേൾഡ് .hex ഉണ്ട്. ഇനി നമുക്കിതിനെ ഫ്ലാഷ് ചെയ്യണം. നമുക്ക് ഇനി കോഡ് ഫ്ലാഷ് ചെയ്യണം. ഫ്ലാഷ് ചെയ്യാനായിട്ട് നമ്മൾ Arduino Nano ആസ് പ്രോഗ്രാമർ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ബോർഡിലേക്ക്. ഇനി നമുക്കതിൻ്റെ സെറ്റിങ്സ് ചെയ്യണം. ഇവിടെ ടൂൾസിലേക്ക് വന്നാൽ എക്സ്റ്റേണൽ ടൂൾസ്, ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇവിടെ ഒരു ന്യൂ ടൂൾ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അതിൻ്റെ ടൈറ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. Arduino ആസ് പ്രോഗ്രാമർ. നെക്സ്റ്റ് കമാൻഡ് വന്നിട്ട് നമുക്ക് AVR Dude ആണ്. അത് ഫുൾ പാത്ത് വേണം. ഇവിടെ നമുക്ക് ബ്രൗസിങ് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയി ബ്രൗസ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് AVR Dudeൻ്റെ ലൊക്കേഷൻ അറിയാം. സിയിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂസേഴ്സ്, അഡ്മിനിസ്ട്രേറ്റർ, ആപ്പ് ഡാറ്റ, ലോക്കൽ Arduino 15, ഇവിടെയാണ് എൻ്റെ Arduino 15 ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളത്. ഇതിനകത്ത് പാക്കേജസ്, Arduino ടൂൾസ്, AVR Dude, Arduino 17, ബിന്ന്, ഇവിടെയാണ് AVR Dude.exe. ഇതിനെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആർഗ്യുമെൻറ്റ്, നേരത്തെ കൊടുത്ത ബോർഡ് റേറ്റ്, പോർട്ട്, ഫയൽ നെയിം, ഇതൊക്കെയാണ് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് -c, -b, -p എന്നൊക്കെ പറയുന്ന സംഗതി. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. AVR Dude -c, AVR Dude conf -c stk 500. അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് main.hex എന്ന് പറയുമ്പോൾ ഫയൽ നെയിം ഫിക്സഡ് ആണ്. നമുക്ക് ഫയൽ നെയിം ഫിക്സഡ് ആവാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ $project directory, $target name എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയൊരു മെത്തേഡ് നമുക്ക് ഇതിനെ കോപ്പി ചെയ്തിട്ട് ഇതിനെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാം. ആർഗ്യുമെൻറ്റ്സ് കൊടുത്തു. ഇനി ഇനീഷ്യൽ ഡയറക്ടറി, ഇത് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ ChatGPT തന്നൊരു ഇൻപുട്ടാണ് ഈ പ്രോജക്റ്റ് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ. ഇത് കൊടുത്ത് നോക്കാം. ഇനി അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇവിടെ ടൂൾസിൽ വീണ്ടും പോയി നോക്കിക്കഴിഞ്ഞാൽ Arduino ആസ് പ്രോഗ്രാമർ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി, കോഡിംഗ് ആവുന്നുണ്ട്. കോഡിംഗ് ആയി. ഓക്കെ, നമുക്ക് ബോർഡിൽ ഔട്ട്പുട്ട് നോക്കാം. LED ഒന്നും കത്തിയില്ല. ഓക്കെ, എന്ന് വെച്ചാൽ കോഡിൽ എന്തോ പ്രശ്നം ഉണ്ടാവും. ഒന്നൂടെ നോക്കാം. പോർട്ട് C = 0x. ഓക്കെ, ഇവിടെയാണ് പ്രശ്നമുള്ളത്. ഇവിടെ ആക്ച്വലി നമ്മളുടെ പിന്ന് കറക്റ്റ് ആയില്ല. നമ്മൾക്ക് ആവശ്യം ഇങ്ങനെയായിരുന്നു നമ്മളുടെ പിന്നുകൾ കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 80 അല്ല 08 ആണ് വേണ്ടിയിരുന്നത്. ഓക്കെ, ഇവിടെ വീണ്ടും നമുക്ക് സേവ് ചെയ്തിട്ട് F7 അമർത്തി കമ്പൈൽ ചെയ്തു. കമ്പൈലിങ് കഴിഞ്ഞാൽ ടൂൾസിൽ പോയി Arduino ആസ് പ്രോഗ്രാമർ,
ഓക്കെ, ഫ്ലാഷ് ആയിട്ടുണ്ട്. ഇനി ഔട്ട്പുട്ട് നോക്കാം. അതെ, നമ്മളുടെ ഗ്രീൻ LED ബ്ലിങ്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കോഡിനകത്ത് നമ്മൾ എന്താ ചെയ്തത്? DDR-Cയിൽ പോയിട്ട് ഒരു പിന്നിന് ഔട്ട്പുട്ടാക്കി. ഇനി ആ പർട്ടിക്കുലർ പിന്നിനെ ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു അല്ലേ? നമുക്ക് ഈ കോഡിനെ ചെറുതായിട്ടൊന്ന് മാറ്റി നോക്കാം. നമുക്കിവിടെ ഒരു ട്രാഫിക് ലൈറ്റ് ചെയ്യാം. നമ്മുടെ LED ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, റെഡ്, യെല്ലോ, ഗ്രീൻ ആണ്. ഇവിടെ നമ്മൾക്ക് 3 പിന്ന് ഔട്ട്പുട്ടാക്കാം. ഇവിടെ 8 മാത്രമാണ് നമ്മൾക്ക് ആവശ്യം. (1110) എന്ന് വെച്ചാൽ EF, ഇവിടെ E ആയി അല്ലേ? 0x0E. ഓക്കെ, ഇനി നമ്മൾക്ക് റെഡ് ലൈറ്റ്, ഇപ്പോൾ ഗ്രീനാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾക്ക് റെഡാണ് തെളിയേണ്ടത്. എന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ ബിറ്റാണ് ഓൺ ആവേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ഇത് 2 ആണ്. 8 മാറ്റി 2 ആക്കി. ഇനി റെഡ് LED എത്ര സമയം തെളിയണം? നമ്മൾക്കൊരു 5 സെക്കൻഡ് കൊടുക്കാം. 5 സെക്കൻഡ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വാല്യൂ നമ്മൾക്ക് വേണ്ടത് യെല്ലോ LED കത്തണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 4 ആണ്. ഇവിടെ 4 കൊടുക്കാം. യെല്ലോ എത്ര സമയം കത്തണം? യെല്ലോ വീണ്ടും ഒരു 3 സെക്കൻഡ് നേരത്തേക്ക് കത്തിക്കാം. നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ കത്തിക്കണം. ഗ്രീൻ കത്തിക്കാനായിട്ട് ഇവിടെ 8 കൊടുക്കാം. ഇവിടെ വീണ്ടും 5 സെക്കൻഡ് നേരത്തേക്ക് കത്തിക്കാം. ഓക്കെ, സേവ് ചെയ്തു. ഇനി കമ്പൈൽ ചെയ്യാം. സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു. ഇനി ഫ്ലാഷ് ചെയ്യാം. ടൂൾസിൽ പോയിട്ട് ഓർഡിനോ പ്രോഗ്രാമർ. ഓക്കെ, ഇനി ഔട്ട്പുട്ട് ഒബ്സർവ് ചെയ്യാം. റെഡ് കത്തിയിട്ടുണ്ട്, 5 സെക്കൻഡാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് യെല്ലോ കത്തി, യെല്ലോ 3 സെക്കൻഡ്, പിന്നെ വീണ്ടും 5 സെക്കൻഡ് ഗ്രീൻ. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഹാർഡ്വെയറിൽ മൈക്രോചിപ്പ് സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് കോഡ് ചെയ്തു. ഇനി അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ്, LED, OLED, 7 സെഗ്മെൻറ്റ്, ADC, ഇൻട്രപ്റ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്നും മിസ്സാവാതിരിക്കാൻ, വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.